ഹായ്. നമ്മളിതാ നല്ലൊരു അടിപൊളി വീടിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. എന്തോ നമുക്ക് നല്ല ഇഷ്ടമായ വീട് അല്ലെ? ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ നിങ്ങൾ ഈ വീടിന് ഏകദേശം എത്ര ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടാവും ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ? എന്തായാലും നല്ലൊരു വീട് നമുക്ക് ജസ്റ്റ് വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് ഇതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വീഡിയോന്റെ അവസാനം പറയാം അല്ലെ? അപ്പൊ വീട്ടിലേക്ക് പോയാലോ നേരെ? വീട്ടിലേക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് എന്തായാലും വീടിന്റെ അകത്തൊക്കെ കയറി കാണുന്നതിന് മുമ്പായിട്ട് പുറം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണാട്ടെ. ഒരു വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്, ഒരു സ്വപ്നമാണ്. അപ്പൊ കുറഞ്ഞ ചെലവിൽ എങ്ങനെ നല്ലൊരു വീട് ഉണ്ടാക്കാന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ് ഇത്. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് ഐശ്വര്യത്തോടുകൂടി അകത്തോട്ട് കയറാം. കയറുമ്പോൾ തന്നെ ലിവിംഗ് ഏരിയയിൽ ഒരു സോഫ സെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ ടേബിളും കൂടാതെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നടുക്ക്. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു മിനിമൽ ഇന്റീരിയറിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ടി വി യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. അതും ഗ്രേ കളറായി കൊടുത്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ പാർട്ടീഷന്റെ തൊട്ടിപ്പുറമായിട്ടാണ് കേട്ടോ ഡൈനിങ് ഏരിയ വരുന്നത്. ആറാൾക്ക് സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ വാഷ് ഏരിയ വരുന്നത് ഈ സ്റ്റെയർ കേസിന്റെ സൈഡിലാണ്. അപ്പൊ ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. താഴെ 2 ബെഡ്റൂം ഉള്ളത്, ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ബെഡ്റൂമിൽ. ഈ ഒരു ബെഡും അതുപോലെ തന്നെ ഈ ഒരു ഷെൽഫും വെച്ചിട്ടും റൂമിൽ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് അറ്റാച്ച്ഡ് ആണ് വരുന്നത് കേട്ടോ. ഇതാണ് ബാത്റൂം, അതും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതിലും ഏറെക്കുറെ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ബെഡും അതുപോലെ തന്നെ ഒരു ഷെൽഫും ഉണ്ട്. പക്ഷെ എന്നിട്ടും നല്ല സ്പേസ് ഉണ്ട്. എനിക്കൊരു 2 ബെഡ്റൂം ഒരേ സ്പേസ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. 2 റൂമും അറ്റാച്ച്ഡ് ആണ്. ഈ ബാത്റൂം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി എവിടെയൊക്കെ നമ്മള് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. നേരത്തെ ഞാൻ കിച്ചൺ നോക്കി ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ കിച്ചൺ കാണാൻ എനിക്ക് വേഗം താല്പര്യം. ഞാൻ പറഞ്ഞ കിച്ചൺ ലാസ്റ്റ് മതി എന്നോട്ട് പിടിച്ചു നിർത്തിയതാണ്. ഇതാണ് കിച്ചൺ. ഏത് വീട്ടിൽ വന്നാലും എനിക്ക് ആദ്യം കാണാൻ ഇഷ്ടം കിച്ചണാണ് കേട്ടോ. അതിങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഈ വീട്ടിൽ വന്നപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല അടിപൊളി കിച്ചണാണ് കേട്ടോ. സത്യത്തിൽ ഇതൊരു ബഡ്ജറ്റ് കുറച്ചിട്ടുള്ള വീടാണെന്ന് ഇതിന്റെ കിച്ചൺ കണ്ടാൽ പറയേ ഇല്ല കേട്ടോ. അത്രക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്ക് ഏരിയ നല്ല അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയ ആണ് കേട്ടോ. പുറത്തുണ്ട് കേട്ടോ ഒരു ബാത്റൂം. ടോട്ടലി വീട്ടിൽ 3 ബാത്റൂം ഉണ്ട്. ഇതും അത്യാവശ്യം നല്ലൊരു സ്പേസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റെയർ കയറി നേരെ മുകളിലേക്ക് പോകട്ടെ. സ്റ്റെപ്പ് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ കാണുന്ന ഒരു ഡിസൈൻ ഉണ്ട്, അത് നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇതിന് മുകളിലോട്ടില്ല, മുകളിൽ എടുത്തിട്ടില്ല, മുകളിൽ എടുക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അറിയേണ്ടത് ഇതിന്റെ ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ശ്രീജേഷിനെ പരിചയപ്പെടാം. നമ്മൾ എന്തായാലും വീടെല്ലാം കണ്ടുവന്നു. നല്ല അല്ലെ ഭംഗിയുള്ള ഒതുങ്ങിയൊരു വീട് അല്ലെ, അതാണ് പ്രത്യേകിച്ച് പറയേണ്ടത്. നമുക്ക് എന്താ പറയാ എപ്പോഴും മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന നല്ലൊരു ഒതുങ്ങിയ വീട്, ചെറിയ വീട്, ഒരു മിനിമൽ ഇന്റീരിയറും അല്ലെ, ആ ഒരു രീതിയിലാണ്. എന്നാൽ രസവും എല്ലാം അല്ലെ. അപ്പൊ നമ്മള് ഇവനാണ് ഈ വീടിന്റെ എന്താ പറയാ ശില്പി എന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം കുറെ വീഡിയോ ഇവന്റെ ചെയ്തിട്ടുണ്ട്, വീടിന്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇവന്റെ സ്വന്തം വീഡിയോ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ടും വേറെ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു വീടൊക്കെ കണ്ടതിന് ശേഷം ഇതിന്റെ ബഡ്ജറ്റ് പറയാന്നല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ബഡ്ജറ്റ് ഇവരോട് തന്നെ ചോദിക്കാം. ശ്രീജേഷ്, എന്താ ഈ വീടിന്റെ ഒരു ബഡ്ജറ്റ് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഇതിപ്പോ നമ്മള് ഇന്ത്യയിൽ അങ്ങനെ കാര്യമായിട്ട് ചെയ്തില്ല. സെൻട്രൽ ആള് കുറച്ച് ടി വി അങ്ങനെയാണ് ചെയ്തത്. ഇതെല്ലാം കൂടി നമ്മൾ ചെയ്തത് 16 ലക്ഷം രൂപ ചെയ്തിട്ടുള്ളത്. 16 ലക്ഷം രൂപക്കാണ് ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് തീർത്തത് കേട്ടോ. 1000 സ്ക്വയർ ഫീറ്റ് വീടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ശ്രീജേഷിനെ വിളിക്കുക. നിങ്ങളുടേതായ ബഡ്ജറ്റിൽ ഒതുങ്ങിയ രീതിയിൽ, ചെറുതാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ വലുത്, നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ രീതിയിലുള്ള വീട് സെറ്റാക്കി തരും അല്ലെ. പുതിയ വീടൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു വീഡിയോയിലൂടെ കാണിക്കാം അല്ലെ.